അതേ നമുക്കിന്നൊരു ഉണക്കമുന്തിരി അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഉണക്കമുന്തിരി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ചെറുപെട്ടെന്ന് കേടാവില്ല. അതിനകത്തേക്ക് ഈ ഉണക്കമുന്തിരി ഇട്ട് ഒരു ബോൾ രൂപത്തിലൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് വറുത്ത് പോരാം. ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും പിന്നെ കുറച്ച് ഉണക്കമുളക് കൊണ്ട് ചേർക്കണ്ട കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് വരുമല്ലോ. ആ ടൈമിലേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കണ മുന്തിരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് മുളക് പൊടി ഉപ്പെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ളൂ, അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ മുന്തിരി കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതും കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അത് കുറുകി വരുന്ന ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഈ നമ്മൾ ഉണക്കമുന്തിരി അച്ചാർ റെഡിയാവും കേട്ടോ. നമുക്ക് ബിരിയാണിക്കൊക്കെ ഏറ്റവും സൂപ്പറാണ്. കാരണം നല്ല ഉപ്പും പുളിയും മധുരവും എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു അച്ചാറാണല്ലോ. അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും നാരങ്ങ അച്ചാറൊക്കെയല്ല ഉണ്ടാക്കണത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ.